IPL-ന്റെ ഈ സീസണിൽ നമ്മൾ പ്ലേ ഓഫിനെ പറ്റി പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് പുറത്തായ ടീമുകൾ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ബിഗ് ഗൺസ് തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ, പഞ്ചാബ് ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫൈനൽ അല്ലെങ്കിൽ പ്ലേ ഓഫിലേക്ക് എത്തുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ടീമുകളാണ് ഈ പുറത്തായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദയനീയമായിട്ട് ഒരു മുംബൈ ഇന്ത്യൻസിൻ്റെ ഒക്കെ സ്ഥിതി വളരെ താഴെയാണല്ലോ. അതുപോലെ കൊൽക്കത്തയും ഇത്തവണ എവിടെയും എത്തിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ പറഞ്ഞ മുകളിലുള്ള ടീമുകൾ ഇത്രയും താഴത്തേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും? അതിൽ ഏറ്റവും ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നിയത് പഞ്ചാബ്. അവർ സീസൺ തുടങ്ങിയത് ഭയങ്കര ഒരു തുടക്കമായിരുന്നു. ആദ്യത്തെ 7 കളിയിൽ 6 ജയം, 1 കളി വാഷ് ഔട്ടായി, അങ്ങനെയൊക്കെ. പിന്നെ 6 കളി അടുപ്പിച്ച് തോൽക്കുന്നു. ഇതില് IPL പല ടീമിനും വരുന്ന ഒരു പ്രശ്നം എന്താണ്, ഇത്രയും നീണ്ടൊരു സീസൺ ആകുമ്പോൾ ഇത് പുറമേന്ന് വരുന്ന പല കളിക്കാരും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഈ 2-2.5 മാസമൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ പലർക്കും അത് ഫോക്കസ് ചെയ്യാൻ വലിയ വിഷമം. അപ്പൊ കുടുംബം അവരൊക്കെ തിരിച്ച് നാട്ടിലായിരിക്കും. അപ്പോൾ പല കളിക്കാർക്ക് ഈ ഇത്രയും സമയം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ. ഇപ്പൊ പഞ്ചാബിനെ പറ്റി അനേക കഥകൾ ഉണ്ടായിരുന്നു. കളിക്കാർ രാത്രി ഗെയിമിങ് ചെയ്യണം. എന്താ പറ്റണം എന്താന്ന് പറഞ്ഞാൽ ഈ ഷെഡ്യൂളിന്റെ ഇടയ്ക്ക് ചിലപ്പോ ഒരു ടീമിന് പെട്ടെന്ന് 7-8 ദിവസത്തെ ഗ്യാപ്പ് ഒക്കെ. ഈ കൊല്ലം നമുക്ക് എലക്ഷൻസും നടന്നു പല സ്റ്റേറ്റിലും. അത് കാരണം അവിടെ മാച്ച് നടത്താൻ പറ്റാതെ ആവുമ്പോ അതിന്റെ ഇടയ്ക്ക് പല ടീമുകൾക്കും വലിയൊരു ഗ്യാപ്പ് ഒക്കെ കിട്ടി. ഇങ്ങനെ ആകുമ്പോ കളിക്കാർ ഇങ്ങനത്തെ ഓരോ കുറച്ചുപേര് ശീഷ, കുറച്ചുപേര് ഗെയിമിങ്, അങ്ങനെയൊക്കെ ആയിട്ട് ആകപ്പാടെ അന്തരീക്ഷം മോശമാവും. അപ്പൊ അത് പഞ്ചാബിനൊക്കെ പറ്റിയത് ശരിക്കും അതാണ്. മറ്റേ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചാൽ അത് പിന്നെ ടീമിലും കുറെ പ്രശ്നങ്ങളുണ്ടായി. ടീം 2-3 കൊല്ലമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിനെപ്പറ്റി ഇന്ന് രാവിലെ മുരളി കാർത്തിക് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. മുരളിക്ക് അതിൽ ഇൻവോൾവ് ആയിട്ട് എല്ലാ കഥാപാത്രങ്ങളെ അറിയുകയും ചെയ്യാം. രോഹിത് ശർമ്മ ഒരു കാലത്ത് മുംബൈ ഇന്ത്യൻസിന് 5 ടൈറ്റിലും നേടിയത് രോഹിത് ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നീട് നീണ്ടകാലം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. ഈ രോഹിത് ശർമ്മ പിന്നീട് രോഹിത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ്, അതിന്റെ ഇടയ്ക്ക് ഇന്ത്യയെ ക്യാപ്റ്റൻ ചെയ്ത് ടെസ്റ്റിൽ വരെ ഇന്ത്യയെ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള ജസ്പ്രീത് ബുംറ, ഇവരൊക്കെ ഉള്ള ഒരു ടീമിലേക്ക് നിങ്ങൾ റിട്ടേൺ ചെയ്യാതെ ഗുജറാത്തിലേക്ക് വിട്ട ഹാർദിക് പാണ്ഡ്യ 100 കോടി കൊടുത്തിട്ടാണ് തിരിച്ച്. 100 കോടിന്ന് അക്കൗണ്ട്സിൽ കാണില്ല, അതാണ് കൊടുത്ത സംഖ്യ അംബാനി കുടുംബം ഹാർദിക്കിന്. അപ്പൊ ഇത്രയും പൈസ കൊടുത്തിട്ട് നിങ്ങൾ ആദ്യം റിട്ടേൺ ചെയ്യാത്തൊരു കളിക്കാരനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, അവനെ ക്യാപ്റ്റൻ ആക്കും. അപ്പൊ അത് ഏതൊരു ഓർഗനൈസേഷനിലും അത് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ 3 സീസണായ ക്യാപ്റ്റനായിട്ട് അതിൽ ഒരു നല്ല സീസൺ കഴിഞ്ഞ തവണ ഒരു കുഴപ്പമില്ലാതെ കളിച്ചു. പക്ഷെ ബാക്കി സമയത്ത് മുഴുവൻ ആ ഡ്രസ്സിംഗ് റൂം ശരിയല്ല. പിന്നെ കുറെ പ്രായമായി തുടങ്ങിയ ഒരു ടീമാണ്. ഇതിനകത്ത് ഇപ്പം പ്ലേ ഓഫിലേക്ക് എത്തിയ ഒരു ടീമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ രാജസ്ഥാൻ റോയൽസ് മാത്രമാണ് ഒരു കടന്നുകൂടി എന്ന് പറയാൻ പറ്റുന്നത്. കാരണം മറ്റേത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫോം കീപ്പ് ചെയ്തിട്ടുള്ള ടീമുകളാണ്. അതിനകത്ത് തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് വരാൻ പോകുന്ന കളികൾ വെച്ചിട്ട് ദിലീപ് എങ്ങനെയാണ് അവരുടെ ഒരു ഫോമിനെ വിലയിരുത്തുന്നത്? ഈ ഇന്ന് കളിക്കാൻ പോണ ആദ്യത്തെ ക്വാളിഫയറിൽ കളിക്കേണ്ട ഏറ്റവും നല്ല 2 ടീമുകൾ തന്നെയാണ്. അതിൽ തമാശ എന്താവും, ഈ സീസൺ മുഴുവൻ നടന്നിട്ടുള്ള ചർച്ചകൾ 250 ടോട്ടല്, ഇത്ര 6 അടിച്ചു ഒരു കളിക്കാരൻ, സ്ട്രൈക്ക് റേറ്റ് ഒക്കെ 200 മേലെ, ടോട്ടലുകളെല്ലാം 200 മേലെ. പക്ഷെ ഇത് ഏറ്റവും മികച്ച 2 ബോളിംഗ് ടീമുകളാണ് ക്വാളിഫയറിൽ എത്തിയിട്ടുള്ളത്. ആദ്യത്തെ ക്വാളിഫയർ RCBക്ക് ഭുവനേശ്വർ കുമാർ ബോളർ ഓഫ് ദി സീസൺ ആണ് ഇതുവരെ. ഇപ്പൊ തന്നെ തിരിച്ച് ഇന്ത്യ ടീമിൽ എടുക്കണം എന്ന് വരെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. മറ്റവരുടെ ആണെങ്കിൽ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്, ഏറ്റവും നല്ല പേസ് ബോളിംഗ് ഗ്രൂപ്പ്, റബാഡ, മുഹമ്മദ് സിറാജ്, ജേസൺ ഹോൾഡർ, പ്രസീദ് കൃഷ്ണ, എല്ലാം ഇന്റർനാഷണൽസ് ആണ്. ഇപ്പൊ റഷീദ് ഖാൻ ഫോമിൽ തിരിച്ചു വരികയും ചെയ്തു. എല്ലാ വിധത്തിലും ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ്. അപ്പൊ ഇവര് രണ്ടുപേരും എത്തിയതിൽ എനിക്ക് ഒരു അതിശയമില്ല. അതിന്റെ നേരെ മറുവശമാണ് സൺറൈസേഴ്സ് ഭയങ്കര ഒരു ടോപ്പ് 3 വെച്ചിട്ട് ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ടോപ്പ് 3, മറ്റേ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഹെൻറി ക്ലാസ്. പക്ഷെ അവർക്കും മികച്ച ബോളർമാരുണ്ട്. ഇപ്പൊ പാറ്റ് കമിൻസ് ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു വന്നു. പുതുതായിട്ട് വന്നിട്ടുള്ള ഷാക്കിബ് ഹുസൈൻ എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ബോളറാണ് ഈ IPL. അപ്പൊ അങ്ങനെ അവർക്കും ഒരു ഓൾറൗണ്ട് ഇതുണ്ട്.
അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന മത്സരം കഴിച്ചിട്ട് ഇപ്പൊ ഒരു ഈ പ്ലേ ഓഫിന്റെ ഒക്കെ മുമ്പ് ദിലീപ് ആര് പ്രവചിക്കുന്നത് IPL ഇപ്രാവശ്യം ആർക്ക് കിട്ടുന്നതാണ്? എന്റെ അഭിപ്രായത്തിൽ ഈ ആദ്യത്തെ ക്വാളിഫയർ കളിക്കുന്ന ടീംസിൽ ഒന്നായിരിക്കും ജയിക്കുക. എനിക്ക് തോന്നുന്നത് അത് പ്രത്യേകിച്ച് മോദി സ്റ്റേഡിയത്തിലാണ് ഫൈനല്. അത് കാരണം ഗുജറാത്ത് എത്തുകയാണെങ്കിൽ ഗുജറാത്ത് ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. എന്താ വെച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസ് ഈ ഫ്രാഞ്ചൈസ് ലേലത്തിന് വന്നപ്പോ എല്ലാവരും അസ്യൂം ചെയ്തത് അത് അദാനിക്ക് കിട്ടും. ഗുജറാത്ത് നിന്നുള്ളൊരു ടീം, അംബാനിക്ക് ടീമുണ്ട്, എന്തായാലും അദാനിക്ക് കിട്ടും. അദാനിക്ക് ബിഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ഉയർന്ന തലത്തിൽ നിന്ന് ഉപദേശം വന്നു, നിങ്ങൾ ബിഡ് ചെയ്യരുത്, ഇത് ടോറന്റ് ഗ്രൂപ്പിന് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ പ്രൈം മിനിസ്റ്ററുടെ ഏറ്റവും അടുത്ത പണ്ട് തൊട്ടേ ഉള്ള സുഹൃത്ത് ബന്ധമാണ്. അപ്പൊ ഒരു കണക്കിന് ഇന്ത്യയുടെ ഫേവേർഡ് ടീമും കൂടിയാണ് ഗുജറാത്ത് ടൈറ്റൻസ്.